ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് പറഞ്ഞേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോർക്ക് ഓയിൽ ലീക്ക് ഉണ്ട്, അതേപോലെ തന്നെ ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റാൻ, എൻ്റെ കോൺസെപ്റ്റ് ചെക്ക് ചെയ്യണം, ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റാം, ഫുൾ ചെക്കപ്പ്. പിന്നെ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ബാക്ക് സൈഡ് ചെയിനിൻ്റെ ഭാഗത്തു നിന്നൊക്കെ സൗണ്ട് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്റർ കുറച്ചിട്ട് എടുക്കുന്ന സമയത്ത് ഒരു ചാട്ടം പോലെ ബാക്ക് സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ട്. ഫ്രണ്ട് കോൺസെപ്റ്റിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. അത് കൂടാതെ ഡിസ്ക് ബ്രേക്ക് ഒരു കല്ലപ്പാണ് കാണിക്കുക. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ഒരു കല്ലപ്പ് കാണിക്കുന്നുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് ഓടിച്ചപ്പോൾ കിട്ടിയ കംപ്ലയിൻറ്റുകൾ കേട്ടോ. നമ്മൾ വണ്ടി വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വണ്ടി കയറ്റിയ ബാക്ക് വീൽ കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. കമ്പനി ലൈനർ അത്യാവശ്യം കുറേ കൂടി ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രേക്ക് ലൈനർ തന്നെ ക്ലീൻ ചെയ്തിടാം. കുറച്ചും കൂടി ഓടാനുണ്ട്, അതിന് ശേഷം മാറ്റിയാൽ മതി കേട്ടോ. ഈ ബാക്കിലത്തെ ഹബിൻ്റെ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ചെറിയ ലൈൻ പോലെ ഇതിനകത്ത് വന്നിട്ടുണ്ട്, ഒരു വര പോലെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ പഴക്കം വരും, അതായത് ലൈനർ ഒരയണ പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ വരുമല്ലോ, അതും ഈ ലൈനറിൻ്റെ ഇടയിൽ പൊടിയും കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഹബിൻ്റെ ഭാഗത്ത് ഡ്രമ്മിനകത്ത് ചെറിയ സ്ക്രാച്ചസ് വരും. അതിപ്പോൾ നിലവിൽ കുഴപ്പമില്ല, മാക്സിമം ഉപയോഗിക്കുക. അതിന് ശേഷം കൂടുതലായിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ പ്രോബ്ലം ഞാൻ ലൈൻ കൂടുതലായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടാത്തൊരു കണ്ടീഷനൊക്കെ വരും. അങ്ങനെ വന്ന സമയത്ത് മാത്രമേ നമുക്കത് ലേത്തി കൊടുത്തൊന്ന് പോളിഷ് ചെയ്യേണ്ടി വരും. പോളിഷ് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് പറയാൻ കാരണം, പോളിഷ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത്രയും ഭാഗം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഹബിന് വലുപ്പം കൂടും, ചെറുതായിട്ട് മൈന്യൂട്ടായിട്ട് വരുള്ളൂ, എന്നാലും ഹബിന് വലുപ്പം കൂടും. അപ്പോൾ പരമാവധി യൂസ് ചെയ്യുക. അതിന് ശേഷം കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും വന്ന സമയത്ത് നമുക്ക് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ചെയിൻ്റെ ഭാഗം നോക്കി, ചെയിൻ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ സൗണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചെയിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് ഈ ചെയിൻ കൃത്യമായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്ത് യൂസ് ചെയ്യണം. ചെയിൻ ലൂബ് അടിച്ച് ഇത് യൂസ് ചെയ്യണമാണ് ബെറ്റർ. ചെയിൻ ലൂബ് ചെയ്യണമെന്ന് പറയാൻ ഇത് ഓറിങ് ഉള്ള ടൈപ്പ് ചെയിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയിൻ ലൂബ് നമ്മൾ ശരിക്കും ഒരു 1000 കിലോമീറ്റർ കൂടുമ്പോൾ നിർബന്ധമായിട്ടും ചെയിൻ ലൂബ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ചെയിൻ്റെ ലൈഫ് നല്ല രീതിയിൽ കിട്ടും. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ മാക്സിമം വലിച്ച് തീർന്നിട്ടല്ല, പക്ഷേ ചെയിൻ കംപ്ലൈൻ്റ് ആണ് താനും. എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുതിയ ചെയിൻ ഇട്ടാലും നമ്മളിപ്പോൾ ഒന്നാമതിന് വരാൻ പോകുന്നത് മഴയൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ചെയിനിൻ്റെ ശ്രദ്ധ തെറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെയിൻ പകുതി ലൈഫ് പോലും കിട്ടില്ല, പെട്ടെന്ന് മാറ്റിയിട്ട് വരും. ഇതിപ്പോൾ ഏതാണ്ട് ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ കിടക്കുന്നത് കേട്ടോ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, പക്ഷെ പ്രതീക്ഷിക്കേണ്ട, ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. കാരണം വെച്ചാൽ അത് ഓവർലാപ്പിംഗ് ആയിട്ട് വരും, ചെയിൻ കയറി ഇറങ്ങി വർക്ക് ചെയ്യണം. കാരണം ചെയിൻ തൂങ്ങി കിടന്ന് ഓടാൻ സമ്മതിക്കരുത്. ഇടയ്ക്ക് ചെയിൻ ടൈറ്റ് ചെയ്യണം, ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ലൂബ്രിക്കേഷൻ കൊടുക്കും. ഇതിപ്പോൾ ഓയിലിനേക്കാളും ബെറ്റർ ചെയിൻ ലൂബ് അടിക്കുന്നതാണത്. പിന്നെ തീരെ പഴക്കം വന്ന സമയത്ത് മാത്രമൊക്കെ ഓയിൽ കൊടുത്താൽ മതി, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. കാരണം ചെയിൻ ലൂബ് എന്ന് പറയുമ്പോൾ അതിനും എക്സ്പെൻസ് ഉണ്ട്. അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഇപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഇപ്പോൾ ചെയിൻ സ്പ്രോക്കറ്റ് അടക്കം ഉൾപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ചെയിൻ നമ്മളൊന്നുകൂടി ട്രീറ്റ് ചെയ്ത് നോക്കാം. പറ്റില്ലെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. കാരണം ചെയിൻ സ്പ്രോക്കറ്റ് ഇപ്പോൾ ഒരു വർഷക്കാലം അവിടെ കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അത്രയും ബെനിഫിറ്റാണ്. കാരണം മഴയത്താണ് ഏറ്റവും കൂടുതൽ ചെയിൻ കംപ്ലൈൻറ്റ് തന്നെ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഉറപ്പ് കുറയുള്ള. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ചെയിൻ സ്പ്രോക്കറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയും, അതനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ നമുക്കതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ അടക്കണേ, കുറച്ച് പൊടിയൊക്കെ ഉണ്ടാകും, തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെയുള്ളത് വണ്ടി സെൽഫ് എടുക്കണില്ല. സെൽഫ് എടുക്കില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ്. 2023 ബാറ്ററിയാണ് വണ്ടി ഇരിക്കണേ, ആമറോണിൻ്റെ ബാറ്ററിയാണ്. വോൾട്ടൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു 10.45 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. ലോഡിലേക്ക് കൊടുക്കുമ്പോൾ തീരെ ഡൗൺ ആയി പോകും, 6 വോൾട്ടിലേക്ക് പോകാം. 8.5 വോൾട്ടിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലയിൻ്റ് ആണ്, നമ്മൾ ബാറ്ററി മാറ്റി കളയണം. ആ സ്ഥാനത്താണ് 6.6 വന്നത് കേട്ടോ. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് നമുക്ക് സെൽഫിൻ്റെ കേസ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ സെൽഫിൻ്റെ റിലേ യൂണിറ്റും മാറ്റിയിടണം, അത് ഇടയ്ക്കൊന്ന് കട്ടായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ നമ്മൾ അത്യാവശ്യം ബാക്കിയത്തെ വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ കൂടെ ഫ്യൂവലിൻ്റെ പമ്പിനകത്ത് വരുന്ന ഫിൽറ്ററും കൂടി മാറ്റിയിടണം നല്ലതാണ്. കാരണം ഏകദേശം നമുക്ക് ഒരുവിധം പഴക്കമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റി പോകണമായിരിക്കും നല്ലത്. കാരണം എത്രയും ഭാഗം നമ്മൾ അഴിക്കണുണ്ടല്ലോ, അപ്പോൾ ആ കൂട്ടത്തിൽ കൂടെ അതും കൂടി ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. പിന്നെയുള്ളത് ഫ്രണ്ടിലേക്ക് വരുമ്പോഴുള്ള കുറച്ച് വർക്കുകളാണ്. ഫ്രണ്ടിലേക്ക് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഫോർക്ക് രണ്ടും കംപ്ലൈൻറ്റാണ്. പൈപ്പൊക്കെ ഓൾറെഡി പോയി കിടക്കുന്നുണ്ട്. നമ്മൾ അഴിക്കുമ്പോൾ ഫ്രണ്ട് ഫോർക്കിൻ്റെ പൈപ്പ് ഓയിൽ സീലടക്കം ഫുള്ള് മാറ്റണം. അതേപോലെ തന്നെ കോൺസെറ്റും കംപ്ലൈൻറ്റ് ഉണ്ട്, കോൺസെറ്റും കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഫ്രണ്ട് വീൽ ബെയറിങ്ങിൻ്റെ ഭാഗം ഓക്കെയാണ്. ബ്രേക്കിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്കും ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. കാരണം അത് പ്ലേറ്റുമേക്ക് കയറി പിടിച്ചിട്ടില്ല എന്നുള്ളൂ. ഇതാണ് ശരിക്കും അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈൻ വന്നത്. അത് ഇതുമേത്തെ ഫുള്ള് മാഞ്ഞു പോയി, 3 ഉണ്ട്. ഇതുമേത്തെ 2 ഇപ്പോൾ 2 മായാറുണ്ട്, ഓരോ ഫുള്ള് മാഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് മെറ്റൽ ടു മെറ്റൽ കയറി ടച്ച് ആവും. ആ ഒരു അവസ്ഥയിലാണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബ്രേക്ക് പാഡ് സെറ്റ് നമുക്ക് എന്തെങ്കിലും മാറണം.
പിന്നെ ആ ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്കൊരു കംഫർട്ട് കിട്ടാത്ത ഒരു കല്ലപ്പ് പോലെ കാണിക്കുന്നത് ഈ മാസ്റ്റർ യൂണിറ്റിൻ്റെയാണ്. അത് നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം. പക്ഷേ സാധാരണ ഇതിൽ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% സക്സസ് ആവാറില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസ്റ്റർ അസംബ്ലി ഈ മാസ്റ്റർ സെറ്റ് അസംബ്ലിയെ പാടി മാറ്റി പുതിയത് വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഇതിൻ്റെ പിസ്റ്റൺ, അതിൻ്റെ ഉള്ളിൽ തന്നെ പിസ്റ്റൺ മെറ്റൽ ടൈപ്പാണ്. അത് മെറ്റൽ ടൈപ്പ് വരുമ്പോഴാണ് നമുക്ക് ഈ കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ക്ലാവ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു കല്ലപ്പ് പോലെ തന്നെ. ഇത് നമ്മൾ പഴയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതാകുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെയാണ്. പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും ഐറ്റം പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയിൽ വേരിയേഷനൊന്നുമില്ല, പക്കയാണ്. അതാണ് കുറച്ചും കൂടി ഒരു കറക്റ്റ് നമുക്കൊരു കംഫർട്ടായിട്ട് തോന്നണം കേട്ടോ. കാരണം മെയിൻ്റനൻസ് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിനത്രയും അങ്ങോട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് MC സബ് കൂടി പെടുത്തണുണ്ട്. ക്ലീൻ ചെയ്ത് നോക്കിയിട്ട് റെഡി ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മാസ്റ്റർ അസംബ്ലി മാറ്റേണ്ടതായിട്ട് വരും. അതായത് ഡിസ്ക് ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ ഓടിച്ചപ്പോൾ കിട്ടിയത് കൊണ്ടാണ് ആ കംപ്ലയിൻ്റ് അതിനകത്ത് മെൻഷൻ ചെയ്യണേ. എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. റിപ്ലൈ കിട്ടിയിട്ടാണ് എന്തെങ്കിലും നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ പരമാവധി വീഡിയോ ഫുള്ളായിട്ട് കാണാം. കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഈ കംപ്ലയിൻസുകളൊക്കെ നോക്കാം. അതനുസരിച്ചിട്ട് റിപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പ്ലഗും എയർ ഫിൽറ്ററും എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്ലഗ് മാറ്റിയിട്ടാണ്. അപ്പോൾ കുഴപ്പമൊന്നും നല്ല ഫിൽറ്ററാണ്, നല്ല പ്ലഗാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലിടാം. അതിനകത്ത് നമ്മൾ ബാക്കിലേക്ക് വരുമ്പോൾ ചെയിൻ സ്പോക്കറ്റ് വരുന്നുണ്ട്. സ്പോക്കറ്റ് മാറുന്ന കൂട്ടത്തിൽ കൂടെ വീൽ റബ്ബർ കൂടി നമ്മൾ മാറ്റിയിടും. പിന്നെ ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ട്, സെൽഫിൻ്റെ റിലേ കംപ്ലയിൻ്റ് ഉണ്ട്, എൻജിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ബോൾട്ടിൻ്റെ വാഷും ഓറിങ്ങും നമ്മൾ മാറ്റിയിടണം. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബ്രേക്ക് പാഡ് സെറ്റ് മാറ്റേണ്ടതായിട്ടുണ്ട്. MC സബ് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ 2 പൈപ്പ് വിത്ത് ഓയിൽ സീൽ കാര്യങ്ങൾ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ ഓയിൽ തീർന്ന് കൊടുന്ന് ഓടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ സ്പ്രിങ്ങിൻ്റെ ടെൻഷനിൽ ബാധിക്കാറുണ്ട്. അപ്പോൾ അത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ സ്പ്രിങ്ങും കൂടി മാറ്റേണ്ടതായിട്ട് വരും. അതിന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മതി. പിന്നെ കോൺസെപ്റ്റ് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്ന ഘടകങ്ങൾ കേട്ടോ. അപ്പോൾ അതേപോലെ ഫ്യൂൽ പമ്പിൻ്റെ ഫിൽറ്ററും കൂടി ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് പിന്നെ കയറ്റാൻ നിൽക്കണ്ട. എന്തായാലും ഇനിയിപ്പോൾ മഴയുടെ പ്രോബ്ലം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പെട്രോളിന് ഉള്ള എത്തനോളും ഇത് കൺവേർട്ട് ആകും സ്വാഭാവികമായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണം ഉണ്ടെങ്കിൽ കൈയോടെ അത് ക്ലിയർ ചെയ്ത് പോവുകയും ചെയ്തോളും. അപ്പോൾ അത്രയും കേസാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇടണം. റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യണേ. അപ്പോൾ പരമാവധി നേരത്തെ ഒന്ന് റിപ്ലൈ ഇടാനായിട്ട് ശ്രമിക്കാം.